നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസിൽ പല രീതിയിലായിരിക്കും നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ളൊരു ഭാഷ യൂസ് ചെയ്യേണ്ടി വരിക അല്ലേ. ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ സംസാരിക്കുന്ന പോലെ ആവില്ല വീട്ടിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ ആവില്ല ഒരു കടയിൽ പോയി സംസാരിക്കുന്നത് അല്ലേ. എല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. എന്താണല്ലേ, എനിക്കിപ്പം ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ചിലപ്പം ഓഫീസും വീടും കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലം ഹോസ്പിറ്റലായിരിക്കും. കാരണം അത്രയും തവണ എനിക്ക് വയ്യാണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മൊത്തത്തിൽ നമുക്ക് പലപ്പോഴും ചിലപ്പം ഇംഗ്ലീഷ് ആവശ്യം വരും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പല വാക്കുകൾ നമ്മൾ അറിയേണ്ടി വരും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊന്ന് ഡീകോഡ് ചെയ്യാം. അതായത് ചില വാക്കുകളുടെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ജനറലി ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ കയറി ചെല്ലുന്നത് റിസപ്ഷനിലേക്കായിരിക്കും, അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, അത് കഴിഞ്ഞ് നമ്മളൊരു ഫാർമസിയിലേക്ക് പോകും. അപ്പം ആ ഒരു ജേണി മൊത്തത്തിൽ നമുക്കൊന്ന് കവർ ചെയ്യാം. ഇതിലെവിടേക്ക് ഇംഗ്ലീഷ് വരും, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. Okay, so let's begin today's video. Welcome back to English Cafe, and this is Abshita, and in today's video we'll learn some hospital vocabulary. All right, സോ ആദ്യം തന്നെ നമ്മൾ ഒബ്വിയസ്ലി റിസപ്ഷനിലേക്കായിരിക്കും പോകുന്നത്. റിസപ്ഷനിൽ പോകുമ്പോൾ നമ്മൾ മിക്കവാറും ചിലപ്പം ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന ഡോക്ടർക്ക് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അപ്പം ആ ആളുടെ റൂമിലേക്കൊന്ന് വഴി പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ആളുടെ റൂം എവിടെയാണെന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. ഇത് നമുക്ക് ചോദിക്കാവുന്നത് ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് ടുഡേ വിത്ത് ഡോക്ടർ, എന്നിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ പേര്, ഫോർ എക്സാമ്പിൾ ഡോക്ടറിൻ്റെ പേര് ടോണി ആണെന്ന് വിചാരിക്കുക. ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് ടുഡേ വിത്ത് ഡോക്ടർ ടോണി, ക്യാൻ യു പ്ലീസ് ഗൈഡ് മീ ടു ഹിസ് റൂം. ആളുടെ റൂമിലേക്കൊന്ന് എന്നെ ഗൈഡ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആളുടെ റൂം എവിടെയാണെന്നൊന്ന് കാണിച്ചു തരുമോ എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനി നമുക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല, അവിടെ ചെന്ന് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഡോക്ടർ ടോണി. എനിക്ക് ഡോക്ടർ ടോണിക്കായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് വേണം, ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഡോക്ടർ ടോണി എന്ന് പറയാം. പിന്നെ ഐ എം ഹിയർ ഫോർ എ ചെക്കപ്പ്, നമ്മുടെ കാര്യം എന്താണോ അത് വേണമെങ്കിൽ റിസപ്ഷനിസ്റ്റിനോട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ അസുഖം എന്താണോ അതിനനുസരിച്ചുള്ളൊരു ഡോക്ടർ നമുക്ക് അറിയുണ്ടാവില്ല. ചിലപ്പോൾ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ പല ഡോക്ടേഴ്സും ഉണ്ട്, അപ്പോൾ നമുക്ക് ഏത് ഡോക്ടറെ കാണിക്കണം എന്ന് അറിയുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കും പീഡിയാട്രിക്സിൽ നല്ലൊരു ഡോക്ടറെ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ മേ ബി ഓർത്തോയിൽ നല്ലൊരു ഡോക്ടറെ പറഞ്ഞു തരുമോ, നമ്മൾ അവരോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് ചോദിക്കാം, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് ഡോക്ടർ ഇൻ ഓപ്തമോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഓപ്തമോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് റെഡിയാക്കുന്നത്, കണ്ണിനെ കാണിക്കുന്ന, കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളൊരു ഓപ്തമോളജിസ്റ്റിനെയാണ് കാണിക്കുക. അല്ലെങ്കിൽ പീഡിയാട്രിക്സ് എന്ന് പറയുമ്പം കുട്ടികളുടെ ഡോക്ടറാണ്. നേരത്തെ പറഞ്ഞ ഓർത്തോപീഡിക്സ് എന്ന് പറയുമ്പം നമ്മുടെ എല്ല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത്. അപ്പം എന്താണോ നമ്മുടെ പ്രശ്നം ആ ഒരു ഫീൽഡിൽ നല്ല ഒരാളെ സജസ്റ്റ് ചെയ്യാമോ, ഏതാണ് നല്ല ഡോക്ടർ എന്ന് നമ്മൾ ചോദിക്കാൻ ഇങ്ങനെ ചോദിക്കാം, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് ഡോക്ടർ ഇൻ ഓപ്തമോളജി അല്ലെങ്കിൽ ഗൈനക്കോളജി വാട്ട് എവർ. ഓക്കെ, ഇനി നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസൾട്ടേഷൻ ഫീ ആണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് വാട്ട് ഇസ് ദ കൺസൾട്ടേഷൻ ഫീ, അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ദ കൺസൾട്ടേഷൻ ഫീ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി എങ്ങാനും നമ്മുടെ തലയിൽ ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ട്, നമുക്ക് ഇന്ന ഡോക്ടറെ കാണിക്കണം എന്ന് ഓൾറെഡി നമുക്കറിയാം, അപ്പം ആ ഡോക്ടർ ഇന്ന് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇസ് ഡോക്ടർ, എന്നിട്ട് ആ ഡോക്ടറിൻ്റെ പേര് ഇസ് ഡോക്ടർ ടോണി അവൈലബിൾ ടുഡേ, ഇന്ന് ആളുണ്ടോ എന്നുള്ളൊരു മീനിങ് ആണ്. സോ ബേസിക്കലി ഇത്രയായിരിക്കും നമ്മളൊരു റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുന്ന ഡിഫറെൻറ്റ് ഇംഗ്ലീഷ് അല്ലേ. ഇനി നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമുക്ക് നമ്മുടെ അസുഖം പറയണം. അപ്പോൾ യൂഷ്വലി നമുക്കിപ്പോൾ പനിയാണെങ്കിൽ ഐ ഹാവ് എ ഫീവർ, അല്ലെങ്കിൽ കോട്ട് ഫീവർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കോട്ട് കോൾഡ് എന്ന് പറയാം, ജലദോഷം പിടിച്ചു എന്ന് പറയില്ലേ, അതേപോലെ കോട്ട് കോൾഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ചില സമയം നമുക്ക് എന്താണെന്ന് മനസ്സിലായി, ചിലപ്പം ഇങ്ങനെ നമുക്കൊരു പനി വരുന്ന പോലെ തോന്നുന്നു എന്ന് പറയില്ലേ, നമുക്ക് പനി ആണെന്ന് അറിയില്ല, പനിച്ചിട്ടില്ല, പക്ഷെ പനി വരുന്ന പോലെ തോന്നുന്നതിന് ഐ ഫീൽ എ ലിറ്റിൽ ഫീവറിഷ് എന്ന് പറയും. അതായത് ആ ഒരു തണുപ്പും വിറയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയാണെങ്കിൽ ഹാവ് എ സ്റ്റമക്ക് ഏക്ക്, ഹാവ് എ ഹെഡ് ഏക്ക്, അങ്ങനെ രീതിയിൽ നമുക്ക് നമ്മുടെ അസുഖങ്ങൾ പറയാം. അപ്പം പിന്നെ ബോഡി മൊത്തം എനിക്കിങ്ങനെ തണുപ്പ് തോന്നുന്നു എന്നുള്ളതിന് ഫീലിംഗ് ഫീവറിഷ് പറയാം. അതേപോലെ ഐ ഫീൽ ചിൽസ് ഓൾ ഓവർ മൈ ബോഡി, എൻ്റെ ബോഡി മൊത്തം എനിക്കിങ്ങനെ തണുക്കുന്നു, വിറയ്ക്കുന്നു, അങ്ങനെയൊക്കെ. ഇനി നമ്മുടെ അസുഖങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അത് ഡോക്ടർ നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും, ആ തരുന്ന ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങാനും നമ്മൾ ഓഫീസിലോ കോളേജിലോ സ്കൂളിലോ ലീവ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും വേണ്ടി വരുന്ന ഒരു സാധനമുണ്ട്, അറ്റൻഡൻസിനൊക്കെ പ്രശ്നം ആവുകയാണെങ്കിൽ
അതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ഡോക്ടറെ അടുത്ത് ചോദിക്കാം, ക്യാൻ ഐ ഗെറ്റ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കാം. ഇനി നമുക്ക് അടുത്തത് ഫാർമസിയിൽ പോയിട്ട് എന്തൊക്കെ ചോദിക്കാം എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും പാർട്ട് 2 കാണാം. ഓക്കെ, സോ യാ, ടേക്ക് കെയർ എവ്രിവൺ. English Cafe. We present you the perfect English.